തൃശ്ശൂരിൽ നിന്നും തലസ്ഥാനത്തേക്ക് വണ്ടി കയറുമ്പോൾ ഗംഗാദേവിയുടെ മനസ്സിൽ സിവിൽ സർവീസ് എന്ന മോഹം മാത്രമായിരുന്നില്ല, ഒരു സ്വയം തൊഴിൽ നേടുക എന്ന സ്വപ്നം കൂടിയുണ്ടായിരുന്നു. സിവിൽ സർവീസ് പഠനത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ ഗംഗ സ്വന്തമായി പഠിച്ചെടുത്ത കൈത്തൊഴിൽ ഇന്ന് ഒരു സംരംഭക എന്ന നിലയിൽ ഗംഗയുടെ കൈകളിൽ ഭദ്രം. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാനസികമായി നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിക്കുമ്പോഴാണ് സിവിൽ സർവീസ് വിദ്യാർത്ഥിയായ ഗംഗയ്ക്ക് ഉർവി എന്ന ആശയം ഉടലെടുക്കുന്നത്. ഉർവി എന്നതിൻ്റെ അർത്ഥം ഭൂമി എന്നാണ്. ആ പേര് കണ്ടെത്തുന്നത് എൻ്റെ ചേച്ചിയാണ്. ടെറാക്കോട്ട എന്ന് പറയുന്നത് നമ്മൾ കളിമണ്ണിൽ നിന്നുണ്ടാക്കുന്ന ജ്വല്ലറി ആയതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പേര് എന്ന് പറയുന്നത് ഉർവി ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. സിവിൽ സർവീസ് പഠനത്തിനിടയിലെ മാനസികമായ പിരിമുറുക്കവും ഏറ്റക്കുറിച്ചിലും ഉണ്ടാകുമ്പോൾ ഗംഗയ്ക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. കുഞ്ഞുനാൾ മുതൽ ഉള്ളിൽ കൊണ്ടുനടന്ന വരയെ കളിമണ്ണിന് നിറങ്ങൾ ചാലിച്ച് വരച്ചെടുത്തപ്പോൾ ഊർവിയിലൂടെ പിറന്നത് മനോഹരമായ മാലയും കമ്മലും. നമ്മുടെ പഠനത്തിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കങ്ങൾ എങ്ങനെ ഒന്ന് ഈസ് ചെയ്യാം എന്നുള്ളതിൽ നിന്നാണ് ഞാൻ ഉർവി ചെയ്തു തുടങ്ങുന്നത് തന്നെ. സ്വന്തം കൂട്ടുകാരിക്ക് സമ്മാനമായി നൽകിയ മാലയും കമ്മലിൽ നിന്നുള്ള പ്രചോദനമാണ് സംരംഭകയായി ഗംഗയെ ഉയർത്തിയത്. എൻ്റെ ഒരു സുഹൃത്ത് മീരയ്ക്ക് ആദ്യത്തെ ഓർഡർ എന്ന നിലയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു മ്യൂറൽ ആർട്ട് അടങ്ങുന്ന പെൻഡൻറ്റ് ചെയ്തു തുടങ്ങുന്നതിലൂടെ എനിക്കിതിനോട് കുറച്ചും കൂടി ഒരു താല്പര്യം വരികയും എൻ്റെ സുഹൃത്തുക്കളും പാരൻസും എല്ലാവരും എൻ്റെ സിബ്ലിങ്സും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെയാണ് ഞാൻ ഉർവി എന്ന് പറയുന്ന അത് കുറച്ചും കൂടെ ഒരു കൊമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു ഏർണിങ്സ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തു തുടങ്ങാമെന്ന് ആലോചിച്ചു തുടങ്ങുന്നത്. ഇന്ന് നിരവധി പേരാണ് ഗംഗയുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴി ഇഷ്ടമുള്ള ഡിസൈനിൽ കസ്റ്റമൈസ് ചെയ്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്ന ഓർഡറുകളുണ്ട്. ആളുകൾ ഇഷ്ടപ്പെടുന്ന ഡിസൈനുകൾ അയച്ചു തന്ന് അതിൻ്റേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് എൻ്റെ ഒരു ആത്മാവ് അതിലേക്ക് പകർന്നു കൊടുത്ത് അതിനെ കുറച്ചും കൂടെ മനോഹരമായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഗംഗ തൻ്റെ വരകളെ എങ്ങനെ വരുമാനമാർഗമാക്കി മാറ്റാൻ കഴിയുമെന്ന് ഊർവിയിലൂടെ ഗംഗ കണ്ടെത്തി. വീട്ടമ്മമാർക്കും പഠിക്കുന്നവർക്കും കലാപരമായി ചിന്തിക്കുന്നവർക്കും വരുമാനമാർഗമായി ഈ സംരംഭത്തെ കാണാൻ കഴിയുമെന്നും ഗംഗ പറഞ്ഞു. ലോക്കലായിട്ട് വളരെ കഴിവുള്ള ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ അവരിലേക്ക് ഒരു എംപ്ലോയ്മെൻ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർക്കൊരു പാഷനിൽ നിന്ന് എങ്ങനെ ഏർണിങ്സ് ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ ഉർവീനെ വികസിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ക്യാമറാമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം ആനന്ദപത്മനാഭൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.